എണിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ഗതിയില്ലാത്ത പട്ടിണിക്കോലങ്ങളാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ സഹാബാക്കൾ ഓരോരുത്തരും ഓരോ യൂണിവേഴ്സിറ്റി ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ഒരുപാട് പരത്തി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കി ചില സൂചനകൾ മാത്രം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഓരോരുത്തരും ഓരോ യൂണിവേഴ്സിറ്റി ആയിരുന്നുവെങ്കിൽ അവരിൽ നിന്നും ദീൻ പഠിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു സീന അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുകയാണ്. യൂറോപ്യൻ ഭാഷ്യമാണ് ഇബ്നു സീനയുടെ. ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിൻ്റെ സംഭാവനയാണ്. പരിശുദ്ധ ഖുർആനും സുന്നത്തും പഠിച്ച മനുഷ്യനാണ്. മൊല്ല. അമേരിക്ക എന്ന രാജ്യം കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കൊളംബസ് അമേരിക്ക എന്നൊരു രാജ്യമുണ്ട് എന്ന് കൊളംബസ് മനസ്സിലാക്കിയത് തന്നെ മഹാനായ ഇബ്നു റുഷ്ദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ രചനകളിൽ നിന്നാണ്, അവരുടെ കൃതികളിൽ നിന്നാണ്. അതുപോലെ തന്നെ പൂർവികരായ പല ആളുകളും മുസ്ലിം സമുദായത്തിലെ പണ്ഡിത കേസരികൾ, അറിയപ്പെട്ടിരുന്ന നേത്രരോഗ വിദഗ്ധന്മാരായിട്ടും ശാസ്ത്ര വിശാരദന്മാരായിട്ടും ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? അവർ പഠിച്ച അതേ ഖുർആൻ, അവർ പഠിച്ച അതേ സുന്നത്ത്, അവരുടെ അള്ളാഹുവും നമ്മുടെ അള്ളാഹുവും ഒന്ന് തന്നെ, അവരുടെ കയ്യിലുള്ള ഖുർആനും നമ്മുടെ കയ്യിലുള്ള ഖുർആനും ഒന്ന് തന്നെ, ആ പ്രവാചകനും നമ്മുടെ പ്രവാചകനും ഒന്ന് തന്നെ. പക്ഷേ എന്തുകൊണ്ട് പിന്നീടൊരു ഇബ്നു സീന ഈ സമുദായത്തിൽ ജന്മം കൊണ്ടില്ല? പിന്നീടൊരു ഇബ്നു സീന എന്തുകൊണ്ട് ഈ സമുദായത്തിൽ ജന്മം കൊണ്ടില്ല? ഇന്നും എന്തുകൊണ്ട് ജന്മം കൊള്ളുന്നില്ല? വിദ്യാഭ്യാസപരമായി പരിശോധിച്ചാൽ ഈ സമുദായം വളരെ പിന്നോക്കമാണ്. പറയുമ്പോൾ വർഗീയത പറയുന്നു എന്ന് ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. കാരണം ഈ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുന്ന പല മുസ്ലിം സഹോദരങ്ങളുമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ക്രൈസ്തവ സമുദായത്തിലെയും ഹൈന്ദവ സമുദായത്തിലെയും സഹോദരങ്ങൾക്ക് ശരാശരി ഒരു 3-4 തലമുറയെങ്കിലും വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ട് എന്ന് ചൂണ്ടാനുണ്ട്. പക്ഷേ ഈ സമുദായത്തിൽ ആരാണുള്ളത്? ഒരു തലമുറയെപ്പോലും ചൂണ്ടാനില്ല. വിദ്യാഭ്യാസ മേഖലയിൽ വെറും വട്ടപൂജ്യം. ആരാണിതിന് ഉത്തരവാദികൾ? ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന പൂർവീകരായ ആളുകളായ കാക്കക്കാർന്നവന്മാരായിട്ട് വിശ്വസിച്ച് ആചരിച്ച് ചെയ്തു പോരുന്ന കാര്യങ്ങളുടെ നേതാക്കന്മാരെന്നറിയപ്പെടുന്ന ഒരു വിഭാഗം പുരോഹിതന്മാരാണ് എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കാതിരിക്കുക. ഞാൻ പറയുകയുണ്ടായി, പരിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഓരോ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവർ ഖുർആൻ പഠിച്ചത് കൊണ്ട് അള്ളാഹുവിനെ പറ്റി അവരുടെ ചെവിയിൽ മന്ത്രിച്ചാൽ, അവർ അള്ളാഹുവിനെ പറ്റി പറയുന്നത് കേട്ടാൽ അവർ കരയുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ സമുദായമോ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടാൽ കരയുമോ? പരിശുദ്ധ ഖുർആനിനെ പറ്റിയിട്ട് ചോദിച്ചാൽ, ഈ സമുദായത്തിലെ പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാവുന്ന എത്ര ആളുകൾ ഈ സമുദായത്തിലുണ്ട്? വിമർശിക്കുന്നു, അല്ലെങ്കിൽ അപമാനിക്കുന്നു, പരിഹസിക്കുന്നു എന്ന് തോന്നരുത്. വേദന കൊണ്ട് പറയുകയാണ്. ഏതാണ്ട് ഒരു 70-75 വയസ്സ് പ്രായമുള്ള വയസ്സായ ആളുകളെ വിളിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം എന്ന് പറയാൻ പറഞ്ഞാൽ അവർക്കറിയില്ല. പക്ഷേ അവർക്കറിയാവുന്ന മറ്റ് ചിലതുകളാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മുടെ പൂർവികന്മാരായിരുന്ന പണ്ഡിതന്മാർ, അവർ പണ്ഡിതന്മാരായിരുന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അവർ മനസ്സിലാക്കിയതിൽ അവർക്ക് പറ്റിയ പിഴവാണ് ഈ സമുദായം വട്ടപൂജ്യമാകാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഏതോ തമിഴ്നാട്ടുകാരൻ എഴുതി വെച്ച വാറോലകളാണ്. ഏതോ തമിഴ്നാട്ടുകാരൻ എഴുതി വെച്ച വാറോലകളും അതുപോലെ തന്നെയുള്ള കെട്ടുകഥകളും മിത്തുകളും ഉപനിഷത്തുകളും ഹൈന്ദവ സമുദായത്തിൽ നിന്നും കടമെടുത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പൂർവികരായ ആളുകൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. എത്രത്തോളം എന്നാൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരൊറ്റ സമുദായവും അംഗീകരിക്കാത്ത, ബുദ്ധിക്ക് നിരക്കാത്ത, പ്രകൃതി വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സമുദായമാണ്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് ജാറങ്ങളുണ്ട്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാൻ വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ കണിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ മുശ്രിക്കുകളും പ്രവാചകനും തമ്മിലുണ്ടായിരുന്ന തർക്കം അതായിരുന്നു. മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതോടൊപ്പം മൺമറഞ്ഞു പോയ മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാടില്ല, അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അന്ന്
മക്കാ മുശ്രിക്കുകൾ മൺമറഞ്ഞു പോയ മഹാന്മാരുടെ വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കി വെച്ചതെങ്കിൽ ജാറം പണിയുന്നതിന്റെ എഞ്ചിനീയറിംഗിനെ കുറിച്ച് അവർക്കറിയില്ലായിരുന്നത് കൊണ്ടായിരിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിയാൽ മിക്ക പള്ളികളും ജാറം അറ്റാച്ച്ഡ് പള്ളികളാണ്. നിങ്ങൾക്കറിയാമോ കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ നടന്ന സംഭവം? ഓച്ചിറയിൽ ദാമോദരൻ എന്ന് പേരുള്ള ഒരു തമിഴ്നാട്ടുകാരൻ, ഒരു മാനസിക രോഗി, ഓച്ചിറ മാർക്കറ്റിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടുകാർ അദ്ദേഹത്തെ ഒരു കാറിൽ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. കുറെ നാൾ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. ഉടനെ അദ്ദേഹത്തെ ഔലിയയാക്കി മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകളും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകളും തമ്മിൽ വടംവലിയായി. രണ്ടു കൂട്ടരും പറയുന്നു ഞങ്ങളുടെ ആളാണ്. അവസാനം അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ബുദ്ധിപൂർവ്വം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ശവത്തെ പൂജിക്കുന്ന ആളുകൾ ഈ മുസ്ലിം സമുദായത്തിലെ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ശവം അവർ പൂജിക്കുന്നെങ്കിൽ പൂജിക്കട്ടെ, കൊടുക്ക്. അങ്ങനെ കൊടുത്തു. ജാറം പൊങ്ങി. വലിയുല്ലാഹി ദാമോദർജി. പോയി നോക്ക്, കൊല്ലം ജില്ലയിലോ ചിറയിൽ പോയി നോക്ക്. തമാശ പറയുന്നതല്ല, ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദാമോദരൻ എന്ന് പേരുള്ള ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരു മാനസിക രോഗിയെ കുഴിച്ചു മൂടിയിട്ട് ആ മനുഷ്യനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഇത് ഭൂമിയിൽ ആരംഗീകരിക്കുന്നു? മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട മനുഷ്യരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും മനുഷ്യവർഗത്തിൽ ജനിച്ച മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നത് ഏകനായ പടച്ചതമ്പുരാൻ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നാണ്. ആ അള്ളാഹുവിനെ കവച്ചു വെക്കാൻ ആളില്ല എന്നാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ സമുദായത്തിൽ ബഹുഭൂരിഭാഗത്തെ കൊണ്ടും വിശ്വസിപ്പിച്ചിരിക്കുന്നത് പടച്ചവനെ ഇടങ്കാല് വെച്ച് മറിക്കുന്ന ഹോജാക്കളുണ്ട് എന്നാണ്. മൗലൂദ് കിതാബുകൾ, നേരത്തെ ഇവിടെ ഒരു ബഹുമാനപ്പെട്ട ഒരു മുസ്ലിയാർ പറഞ്ഞല്ലോ റാത്തീബിനെ പറ്റി, മിമിക്രി, അതുപോലെ തന്നെ മാലപ്പാട്ടുകൾ, മൗലിദുകൾ, അള്ളാഹുവിനെ വെറും നിസ്സാരനാക്കിക്കൊണ്ട് അള്ളാഹുവിനെ വളരെ ചീപ്പായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഈ മാലപ്പാട്ടുകൾ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടന പുറത്തിറക്കുന്ന ഹിന്ദു വിശ്വ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മാസികയുണ്ട് അവർക്ക്. 1997 ഓഗസ്റ്റ് മാസം അവരിറക്കിയ മാസികയിൽ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ലേഖനമുണ്ട്. എന്താണ്? അള്ളാഹു അശക്തനോ എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ള ലേഖനത്തിന്റെ ഹെഡ്ലൈൻ. എന്താണ്? ഒരു ഷെയ്ഖും അള്ളാഹുമായിട്ടുള്ള മസിൽ പിടുത്തം. മുഹിയുദ്ദീൻ മാല വിശദീകരിച്ചുകൊണ്ട് ആ മുഹിയുദ്ദീൻ മാലയിൽ ആ ഷെയ്ഖും, ഒറിജിനൽ മുഹിയുദ്ദീൻ ഷെയ്ഖല്ല, വ്യാജൻ, പ്ലാസ്റ്റിക്, ഈ ഷെയ്ഖും അള്ളാഹുമായിട്ടുള്ള മസിൽ പിടുത്തത്തെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ മുമ്പിൽ തോറ്റു തുന്നം പാടുന്ന അള്ളാഹു. ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറമേ നിന്നുള്ളവരല്ല, അകത്ത് നിന്നുള്ള അന്ധവിശ്വാസികളും ദൃഢവിശ്വാസികളും നിഷേധികളും തമ്മിലുള്ള മടമ്പലിയാണ് ഇസ്ലാമിൽ നടക്കുന്നത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനായ ഒരു അഡ്വക്കറ്റ് എഴുതിയെങ്കിൽ ഈ സമുദായം എത്രത്തോളം മതപ്പതിച്ചു പോയി സഹോദരന്മാരെ. മഹാനായ റിഫായി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പണ്ഡിതനായിരുന്നു, മുജദ്ദിദായിരുന്നു, ചിന്തകനായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വിഗ്രഹമാക്കുകയല്ല ഈ സമുദായം ചെയ്തത്. എന്താണ്? അള്ളാഹുമായിട്ട് മസിൽ പിടിക്കുക പ്രസവിക്കാൻ നേരത്ത്. അടിമാദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടാരേ മോശിന്തോവർ, സ്വർഗം എനിക്കും എൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ, അവർക്കന്ന് 4 സുബർക്കം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. എല്ലാം തമിഴാണ്. അല്ല പറഞ്ഞു റിഫായിനെ പുറത്തോട്ടിറങ്ങ്, നടക്കൂല, വെറുതെ ഇട കുറച്ചോനെന്ന് പറഞ്ഞു. ഒന്ന് പുറത്തിറങ്ങി റിഫായിനെ മനുഷ്യനങ്ങറാക്കല്ലേ, പറ്റൂല. ഞാൻ ഇറങ്ങണോ? എനിക്കും എൻ്റെ കൂടെ വന്ന സകല ആളുകൾക്കും സ്വർഗം വേണം. 4 സ്വർഗത്തിൻ്റെ തീരാധാരം പട്ടയം പോക്കോരും നടത്താനുള്ള പേപ്പർ ബില്ല ഇതേ കൊടുത്തിട്ട് നീ ഒന്ന് ഇറങ്ങിപ്പോ എൻ്റെ പൊന്നെ റിഫായിനെ. അള്ള തോറ്റു. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാന്മാരായ ആളുകൾ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും മരിച്ചു പോയതിനു ശേഷം കുഴിച്ചു മൂടിക്കൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എവിടുന്ന് കിട്ടി? പാലക്കാട് ജില്ലയിൽ ഒരു മഞ്ഞക്കുളം, ആകെ കുളമാണ്. എന്താണ്? അവിടെ ആണ്ട് നേർച്ചക്ക് ഒരാൾ വെള്ളം കൊടുത്തില്ല. പരിശുദ്ധ നേർച്ചക്ക് തണ്ണീർ വീലക്കിയ പഹയന്റെ തിവിടീനെ തീയാലെറിഞ്ഞോവർ. നേർച്ചക്ക് വെള്ളം കൊടുക്കാതെ വന്നപ്പോൾ മൂപ്പര് ഒരു തീപ്പന്തം. ഇതെന്താ, വീരപ്പനോ? ഒന്നാലോചിച്ച് നോക്ക്. വീരപ്പനെ കളിയാക്കി അയാൾ വെടിവെക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണോ? ആണോ? എന്നിട്ട് മഹാന്മാരായ ആളുകളെ മുജാഹിദുകൾ പിന്നെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെരുമ്പറ മുഴക്കല ചെയ്യുന്നതോ അവർ തന്നെ. എന്നിട്ട് കുറ്റം വെക്കുന്നതോ മുജാഹിദുകൾക്ക്. പിടിച്ച് ഞാൻ അവൻ എന്നെ മറിച്ചെന്ന് പറഞ്ഞ കോലത്തിലാണ്. പിടിച്ച് ഞാൻ അവൻ എന്നെ മറിച്ച്, കേൾക്കുമ്പോൾ അവനെ മറിച്ച് എന്നാ, സ്വയം മറിഞ്ഞു വീണു എന്നായി പറയുന്നത്.
എന്നിട്ട് പേര് വെക്കുന്നതോ ചാരുന്നതോ മുജാഹിദുകൾക്ക്. പിന്നെന്താണ്, ഒരു മുജാഹിദ് മൗലവി ഇറങ്ങാറാക്കിയ ഒരു കഥ പറയുന്നുണ്ട്. കുളമാക്കുന്ന മാലയിൽ തരുളേറിൽ നേശം